ഹായ്. +1 +2 എൻട്രൻസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ സാധാരണ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കംപ്ലൈന്റ് ആണ് പ്രോബ്ലംസ് ഭയങ്കര പ്രോബ്ലമാണ് അല്ലെ. അപ്പോ അതിന് പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, മാത്സ് നല്ലോണം അറിയാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ച് ന്യൂമറിക്കൽസ് ചെയ്യുന്നത് അല്പം ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവിടെ ആ ബുദ്ധിമുട്ട് അവർക്ക് ഫീൽ ചെയ്യാൻ കാരണം സ്വാഭാവികമായിട്ട് ചില ബേസിക് ആയിട്ടുള്ള നോളേജ് അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. മാത്സും കൃത്യമായിട്ട് പഠിക്കണം. അതായത് ഫിസിക്സിലും കെമിസ്ട്രിയിലും നമ്മൾ പറയാറുണ്ട് മാത്സ് ഈസ് എ ടൂൾ ടു ഓപ്പറേറ്റ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എന്ന്. കാരണം ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒത്തിരി ഡെറിവേഷൻസ് ഒക്കെ ചെയ്യുന്നത് മാത്സിന്റെ പിൻബലത്തോടു കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പഠിക്കുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 4 ബേസിക് കാര്യങ്ങളുണ്ട്. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അറിയേണ്ട മിനിമം ആയിട്ടുള്ള ഒരു 4 അതിൽ വരുന്നതാണ് ലോഗരിതം, 10ന്റെ എക്സ്പോണൻഷ്യൽ പവേഴ്സ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, പിന്നെ ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ. അപ്പൊ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒരുവിധം ഒരു 90% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ AP GPയിലേക്ക് ജനറൽ ഫോർമുലാസ് അറിഞ്ഞിരിക്കണം, ഇല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നാലും അത് എല്ലായിടും കോമൺ ആയിട്ട് വരില്ല. പക്ഷെ ഇവരൊക്കെ സാധാരണ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് തട്ടിമുട്ടിയൊക്കെ പോകാറുണ്ട്. അപ്പൊ ഈ 4 പേരെയാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡീൽ ചെയ്യുന്നത്. ഇതിൽ ഓൾറെഡി ലോഗരിതം എന്താണെന്നും അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഓൾറെഡി ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവര് അത് കണ്ടുപഠിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് 3 ടോപ്പിക് ആയിരിക്കും. 10ന്റെ പവേഴ്സിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നെ ഇന്റഗ്രേഷൻ എങ്ങനെയാണ്, ഡിഫറൻസിയേഷൻ എങ്ങനെയാണ്. അപ്പൊ നമുക്ക് പഠിച്ചെടുക്കാം. ആദ്യം നമുക്ക് 10ന്റെ പോസിറ്റീവ് പവേഴ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് പറയാം, അതിനനുസരിച്ച് മനസ്സിലാക്കുക. അപ്പൊ നോക്കിക്കോളൂ, നമുക്ക് 100നെ എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് 10⁻² എന്ന് എഴുതാം അല്ലെ. 100നെ 10⁻² എന്ന് എഴുതാം. അപ്പൊ 1000നെ എങ്ങനെ എഴുതാം? 1000നെ ഇതിനകത്ത് 10 × 10 × 10 അതായത് 10⁻³ എന്ന് എഴുതാം. നമുക്ക് 10,000നെ എങ്ങനെ എഴുതാം? 10 × 10 × 10 × 10 അപ്പൊ 10⁻4 എന്ന് എഴുതാം. എത്ര പൂജ്യം ഉണ്ടോ അത് കൗണ്ട് ചെയ്ത് നമ്മൾ എഴുതിയാൽ മതി. പക്ഷെ ഇതിലൊക്കെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇവിടെ എല്ലാം 1 × എന്ന് കൂടിയുണ്ട്. കാരണം ഈ 1നെയാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ 2000നെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 2 ആദ്യം എഴുതണം അല്ലെ. ദാറ്റ് ഈസ് 2 × പിന്നെ എത്ര പൂജ്യം ഉണ്ട്? 3 പൂജ്യം. അപ്പൊ 10⁻³ എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ 4000നെ എങ്ങനെ എഴുതാം? 4000 can be written as 4 × 10⁻³ എന്ന് എഴുതാം. എഴുതാലോ, കുഴപ്പമില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇതിനെ 40 × എന്ന് എഴുതിയാൽ എങ്ങനെ എഴുതിയാൽ മതി? കാരണം 40 എന്ന് എഴുതുമ്പോ ഇത്രയായി, പിന്നെ 1 and 2, സോ 10⁻² എന്ന് എഴുതിയാൽ മതി. അപ്പൊ 400 എന്ന് എഴുതിയാൽ എങ്ങനെ എഴുതിയാൽ മതി? 400 എന്ന് എഴുതുമ്പോ പിന്നെ ഒരു പൂജ്യം റിമൈൻ ചെയ്യുന്നുള്ളൂ, സോ × 10⁻1 എന്ന് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് ഈ ഫോർമാറ്റിലെല്ലാം ഈ ഒരു സംഖ്യ നമുക്ക് എഴുതാൻ സാധിക്കും. വേറൊരു എക്സാമ്പിൾ എഴുതാണ്, 244,000. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഞാനിപ്പോ എഴുതാണ്, ഇത്രയും നമ്പേഴ്സ് എഴുതുക. അപ്പൊ 244 × എത്ര പൂജ്യമായി ഇനി റിമൈൻ ചെയ്യുന്നത്? 3 പൂജ്യം. സോ 1 2 3, സോ 10⁻3. ഇതിനെ വേണമെങ്കിൽ, അപ്പൊ ഇവിടെ കിടന്ന പോയിന്റ് ആണ് ആക്ച്വലി 1 2 3 പോയിന്റ്സ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോഴാണ് അത് 244 244 ആയത്. ഞാൻ ഈ പോയിന്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ അത് 24.4 എന്നായി. അപ്പൊ ഇൻറ്റു ഇത് 10⁻³ അല്ലേ ഇവിടെ കിടന്നത്, അത് ഇവിടെ കിടക്കട്ടെ. ഇൻറ്റു ഈ സംഖ്യയെ ഇതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 24.4നെ 244 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ആണല്ലോ. അപ്പൊ ഇതിനെ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് ഈ നമ്പർ ആയിട്ട് മാറും. അപ്പൊ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ ഇത്രയും സംഖ്യ ഇതിന് ഈക്വൽ ആകത്തുള്ളൂ. അപ്പോ 10⁻3യോടൊപ്പം ഒരു 10 കൂടി വേണം. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? 10⁻4 എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ ഇനി ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. അപ്പൊ ഞാനിത് 2.44 എന്നാക്കി. 2.44 എന്നാക്കി. അപ്പൊ ഇത് എനിക്ക് എങ്ങനെ മാറ്റാം? ഈ സംഖ്യ ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10 കൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതിന് ഇതാക്കാൻ ഒരു 10 കൂടി വേണം. അപ്പൊ 10⁻4നോടൊപ്പം ഒരു 10 കൂടി, അപ്പൊ 10⁻5 എന്ന് എഴുതാം. അപ്പൊ എനിക്കിതിന് 0.244 ആണെന്നെങ്കിൽ ഞാൻ എങ്ങനെ എഴുതണമായിരുന്നു? ഈ സംഖ്യ ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10 കൂടി എക്സ്ട്രാ വേണം. ഒരു 10 കൂടി എക്സ്ട്രാ വേണം എന്ന് പറയുമ്പോൾ 10⁻5 എന്തായിട്ട് മാറി? 10⁻6 ആയിട്ട് മാറി. ഇത് മറ്റൊരു രീതിയിലും ചിന്തിക്കാം. ഈ ഡെസിമൽ നീങ്ങുന്നതനുസരിച്ച് ചിന്തിച്ചാലും മതി. അതായത് 3 ഡെസിമൽ പോയിന്റ് ഇങ്ങോട്ട് ചാടിയപ്പോൾ നമ്മൾ 10⁻3 എന്ന് എഴുതി.
ഒരു ഡെസിമൽ 4 ഡെസിമൽ ചാടിയപ്പോ നമ്മൾ 10⁴ എന്ന് എഴുതി. 5 ഡെസിമൽ മാറിയപ്പോ 10⁵. 6 ചാട്ടം ചാടിയപ്പോ 10⁶ എന്ന് എഴുതി. നിങ്ങൾക്ക് അങ്ങനെയും നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാം. ഇത് ഞാൻ പോസിറ്റീവ് പവേഴ്സിന്റെ കേസാണ് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നെഗറ്റീവ് പവേഴ്സിലേക്ക് പോകാം. പോസിറ്റീവ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ പോസിറ്റീവ് പവർ എന്ന് വിളിക്കുന്നത്. നെഗറ്റീവ് വാല്യൂസ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നെഗറ്റീവ് പവേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 0.1 എങ്ങനെ എഴുതുന്നത്? 0.1 എന്ന് പറഞ്ഞാൽ 1/10 ആണ് അല്ലെ? 1/10 ചെയ്യുമ്പോഴാണ് 0.1 കിട്ടുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 ഇൻറ്റു ഒരു പ്രാവശ്യമല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്തോളൂ. അപ്പൊ 10⁻⁻1. ആക്ച്വലി ഇവിടെ 1 ഉണ്ട്, അത് മുകളിൽ കയറുമ്പോഴാണ് 10⁻⁻1 ആയത്. അപ്പോ 0.01 എങ്ങനെ എഴുതുക? ദാറ്റ് ഈസ് 1/100. 100 എന്ന് പറഞ്ഞാൽ 10⁻². അപ്പൊ അത് മുകളിൽ വരുമ്പോൾ 1 ഇൻറ്റു 10⁻². അപ്പൊ ഇതാണ് 10ന്റെ നെഗറ്റീവ് പവേഴ്സ്. അപ്പൊ നെഗറ്റീവ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ 0.003 എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് 3 ഇൻറ്റു ഇത് എത്ര പവർ മാറിയിരിക്കുന്നത്? 3 വാല്യൂസ് മാറിയിട്ടുണ്ട്. അപ്പൊ 10⁻³ 0.00024 എങ്ങനെ എഴുതാം? നമ്മള് 1 2 3 4 5. അപ്പൊ ഈ 5 പോയിന്റ് ഇവിടെ ചാടിയാൽ അത് 24 എന്നായിട്ട് മാറി അല്ലെ? അപ്പൊ ഇതിനെ നമ്മൾ 5 പ്രാവശ്യം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, എങ്കിലേ ഇത് 5 പോയിന്റ് മാറത്തുള്ളൂ. 5 പ്രാവശ്യം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 10⁻⁻5. 10⁻⁻5. ഇനി മറ്റൊരു സംഖ്യ 0.200641. ഇതിനെങ്ങനെ എഴുതാം? അപ്പോ സ്വാഭാവികമായിട്ടും ഇവിടെ ഈ പോയിന്റ് 1 2 3 4 എന്ന് എഴുതിയാൽ 641 ആവും. ഇൻഡു ബാലൻസ് എത്ര പൂജ്യം എത്ര പോയിന്റ് ചാടിയത്? നമ്മൾ 5 ചാട്ടം ചാടി. അപ്പൊ 10⁻⁻5. ഇതിനെ വേണമെങ്കിൽ എങ്ങനെ എഴുതാം? നോക്കൂ, 64.1 എന്ന് എഴുതുന്നു വിചാരിക്കും. 64.1. ഈ 64.1 എപ്പോഴായത്? ഒരു 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. അതായത് ഇതിവിടെ എഴുതിയിരിക്കുന്ന അർത്ഥം എന്താ? 5 പ്രാവശ്യം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നാണ്. 5 പ്രാവശ്യം ഡിവൈഡ് ചെയ്യേണ്ടതിൽ നമ്മൾ ഒരു പ്രാവശ്യം ഡിവൈഡ് ചെയ്തു. ഒരു പ്രാവശ്യം ഡിവൈഡ് ചെയ്തപ്പോഴാണല്ലോ 64.1 ആയത്. അപ്പൊ ഒരിക്കൽ ഡിവൈഡ് ചെയ്തു. അപ്പൊ -5 എന്ന് പറഞ്ഞാൽ 5 പ്രാവശ്യം ഡിവൈഡ് ചെയ്യണം, ഒന്ന് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ബാലൻസ് എത്ര? 10⁻⁻4. ഇനി 4 പ്രാവശ്യം ഡിവൈഡ് ചെയ്താൽ മതി. ശരി, ഒരു കാര്യം ചെയ്ത് നമുക്ക് ഇതിനെ 6.41 എന്നാക്കാം. 6.41 എന്നാക്കിയാൽ എന്താ അർത്ഥം? 6.41 എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താ അർത്ഥം? അതില് 4 പ്രാവശ്യം ഡിവൈഡ് ചെയ്യണമായിരുന്നു. നമ്മള് 64.1 6.41 ആവുന്നത് എപ്പോഴാ? ഒരു പ്രാവശ്യം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പൊ 4 പ്രാവശ്യം ഡിവൈഡ് ചെയ്യേണ്ടതിൽ ഒരിക്കൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എത്ര ഡിവിഷന്റെ ആവശ്യമേ ഉള്ളൂ? 10⁻⁻3 എന്ന് മതി. അപ്പൊ ഞാൻ ഇതിനെ 0.641 എന്ന് എഴുതിയാലോ? അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇനി 2 പ്രാവശ്യം ഡിവൈഡ് ചെയ്യും, കാരണം ഒരിക്കൽ ഡിവൈഡ് ചെയ്തപ്പോഴാണ് ഇതിങ്ങനെ ആയത്. അപ്പൊ ഇനി 10⁻². സോ ഈ രീതിയിൽ പവേഴ്സിനെ നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി ഇത് 0.041 ആവും. അപ്പൊ 10⁻⁻1 എന്ന് വെച്ചാൽ ഒരിക്കൽ കൂടി ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ അത് 0.0041 ആവും. ദാറ്റ് ഇസ് ദി നമ്പർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡിവിഷൻ മൈനസ് വാല്യൂസ് കൊണ്ടുവരുന്നത്. ഞാൻ വളരെ ബേസിക്സ് ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വരും. ഇനി നമുക്ക് ഈ പവേഴ്സിന്റെ കാൽക്കുലേഷനിൽ ഉപയോഗിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൂടി ഞാൻ വേഗം ഒന്ന് പറഞ്ഞു തരാം. നമ്മൾ പ്രധാനമായിട്ടും അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇത്രയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. പിന്നെ പവർ ചെയ്യുന്നത് കൂടി. പക്ഷെ ഇതിനകത്ത് 10ന്റെ പവേഴ്സ് വരുമ്പോഴത്തേക്കും അഡിഷനും സബ്ട്രാക്ഷനെക്കാളും എളുപ്പമാണ് സത്യം പറഞ്ഞാല് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനും. സോ നമുക്ക് ആദ്യം അത് നോക്കാം. ഏതിലായാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ഫോർമുലയാണ്. നമ്മൾ കുഞ്ഞ് മാത്തമാറ്റിക്സിന്റെ ഒക്കെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ലൈക്ക് a⁻m into a⁻n is equal to a⁻m plus n. a⁻m by a⁻n is equal to a⁻m minus n. a⁻m the whole raised to n is equal to a⁻m into n. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ്. ഇത്രയും മതി നമുക്ക്. നമ്മുടെ 10ന്റെ പവർ ആയിട്ട് വരുന്നതിന്റെ എല്ലാം കാൽക്കുലേഷൻ ഈ സംഭവം നിങ്ങൾക്ക് കയ്യിലിരുന്നാൽ മതി. അപ്പൊ നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ. 4 into 10⁵ into 2 into 10⁴. അപ്പൊ ഇവിടെ ഏത് ഫോർമാറ്റിലാണ് ഇത് കിടക്കുന്നത്? a⁻m into a⁻n എന്ന ഫോർമാറ്റിലാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ നമ്പേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോ 2 into 4 is 8 into
10⁵ into 10⁴. അതാണ് ഈ ഫോർമാറ്റിൽ കിടക്കുന്നത്. 10⁵, 10⁴, a raised to m, a raised to n. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്നാ 10⁵, 5 plus 4 അല്ലെ, പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. പവേഴ്സ് ഏതൊക്കെയാ 5 ഉം 4 ഉം. സോ 10⁵, 5 plus 4 എന്ന് പറയുന്നത് 9 and that is the answer. ക്ലിയർ ആയോ പറഞ്ഞത്? അടുത്ത് ഇതേ സംഖ്യ നമുക്ക് ഡിവൈഡ് ചെയ്യാം. സോ 4 into 10⁵ by 2 into 10⁵, സോറി 4 is equal to. അപ്പൊ ഈ നമ്പേഴ്സ് പരസ്പരം ഡിവൈഡ് ചെയ്യാം. 4 ഉം 2 ഉം ക്യാൻസൽ ആയിട്ട് ലാസ്റ്റ് 2 എന്ന് കിട്ടും. ഇൻറ്റു ഇവിടെ ഏതാ ഫോർമാറ്റ്? ഇത് കിടക്കുന്നത് a raised to m by a raised to n എന്ന ഫോർമാറ്റിലാണ്. അപ്പോ എങ്ങനെ ഫോർമുല m minus n, that is 10 into 5 minus 4. പവേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യാം. 5 minus 4 is 1. എന്ന് പറഞ്ഞാൽ എത്രയാ? ഒരു പ്രാവശ്യം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാ. എന്ന് പറഞ്ഞാൽ 20. നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. ഓക്കെ, ഇനി അപ്പൊ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആയി. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു മൈനസ് പവർ വരുന്നത് കൂടി ചെയ്യാം. നമുക്ക് ഉദാഹരണത്തിന് 9 into 10⁻⁻4 into 2 into 10⁻⁻3. എങ്ങനെ വരിക? 9 into 2 that is 18 into ഇത് -4 ഇത് -3. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്യണം. -4 plus -3 -7. സോ 10⁻⁻7. ഓക്കെ, ഇനി നമുക്ക് രണ്ട് മിക്സഡ് ആയിട്ടുള്ളത് ചെയ്ത് നോക്കാം. അത് നമുക്ക് ഡിവിഷനിലേക്ക് കൊണ്ടുവരാം. 15 into 10⁻⁻3 divided by 3 into 10⁻⁴. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മള് വ്യത്യസ്തമായ മൈനസ് പവറും പോസിറ്റീവ് പവറും എടുത്തിട്ടുണ്ട്. സോ 15 3 ക്യാൻസൽ ആയിട്ട് 5 എന്ന് കിട്ടും. സോ 5 into 10⁻⁻3 minus 4. അതല്ലേ വരിക? മൈനസ് ഇങ്ങനെയല്ലേ? a raised to m minus n ആണ്. അപ്പൊ -3 -4 എന്ത് വരും? -3 -4 എന്ന് പറഞ്ഞാൽ -7. സോ ദ ആൻസർ ഈസ് -7. സപ്പോസ് ഇത് -4 ആയിരുന്നെങ്കിലോ? ഇത് -4 ആയിരുന്നെങ്കിൽ -3 -4 മൈനസ് പ്ലസ് ആയി ആൻസർ 1 എന്ന് കിട്ടുമായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ നമ്മൾ പോസിറ്റീവ് പവർ ആയതുകൊണ്ടാണ് ഇത് -7 എന്ന് കിട്ടിയത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ നമ്മൾ മൾട്ടിപ്ലിക്കേഷനും അടിപൊളിയായിട്ട് പഠിച്ചു. അടുത്ത ഡിവിഷനും പഠിച്ചു. അപ്പൊ നമുക്കിനി അഡിഷൻ സബ്ട്രാക്ഷനിലേക്ക് പോകാം. അഡിഷനും സബ്ട്രാക്ഷനും വരുമ്പോൾ ഒരു ചെറിയ എക്സ്ട്രാ കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് അത് പാടല്ല, നിങ്ങൾ പഠിച്ച് വരുമ്പോൾ അത് ക്ലിയർ ആയിട്ട് വരും. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ എഴുതാണ് 20 into 10⁻⁴ plus 5 into 10⁻⁵. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടിന്റെയും പവേഴ്സ് സെയിം ആണെങ്കിൽ മാത്രമേ അഡിഷനോ സബ്ട്രാക്ഷനോ ചെയ്യാൻ സാധിക്കൂ. സോ ഫസ്റ്റ് നമുക്ക് അതിന്റെ പവേഴ്സ് സെയിം ആയിട്ട് കൊണ്ടുവരണം. സോ പവേഴ്സ് സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാലോ പവേഴ്സിനെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺവേർട്ട് ചെയ്യണമെന്ന്. സോ ആ ഒരു നമ്മുടെ നോളജ് നമ്മൾ യൂസ് ചെയ്യാം. 20 into 10⁻⁴ എന്ന് പറഞ്ഞാൽ 20യെ 4 പ്രാവശ്യം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ്. അപ്പൊ 2നെ ആയിരുന്നെങ്കിലോ ഈ സംഖ്യ എങ്ങനെ മാറ്റി എഴുതാം? 2 ആയിരുന്നെങ്കിലോ അപ്പൊ 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 10⁻⁵ ആയിട്ട് നമുക്ക് മാറ്റി എഴുതാം. പ്ലസ് 5 into 10⁻⁵. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും തിരിച്ച് അപ്പുറത്തും ചെയ്യാം. എങ്ങനെ? 5 പ്രാവശ്യം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നല്ലേ? അതിൽ ഒരിക്കൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ അത് 50 ആകും. അപ്പൊ ബാലൻസ് 10⁻⁴. അപ്പൊ രണ്ടിടവും 10⁻⁴. എങ്ങനെ വേണോ നിങ്ങൾക്ക് മാറ്റാം, നിങ്ങളുടെ സ്വാതന്ത്ര്യം. ഇപ്പൊ എനിക്ക് രണ്ടിടത്തും ഒരേ പവേഴ്സ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാ. രണ്ടും കൂടി അങ്ങ് കൂട്ടി വെച്ചാൽ മതി. അപ്പൊ 2ഉം 5 കൂടി കൂട്ടിയാൽ 7. സോ 7 into കോമൺ നമ്പർ എന്ന് പറയുന്നത് 10⁻⁵. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ നമ്പേഴ്സ് പരസ്പരം ആഡ് ചെയ്യുക. ആ കോമൺ ആയിട്ടുള്ള പവർ ആയിട്ട് തന്നെ എഴുതിയാൽ മതി. യു വിൽ ഗെറ്റ് ദി ആൻസർ. ഇനി നമുക്ക് നെഗറ്റീവ് പവറിന്റെ സബ്ട്രാക്ഷൻ ചെയ്ത് നോക്കാം. ഉദാഹരണത്തിന് 8 into 10⁻⁻² minus 2 into 10⁻⁻3. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ഡയറക്റ്റ് മൈനസ് ആണ് ചെയ്യേണ്ടത്, പക്ഷേ പവേഴ്സ് സെയിം അല്ല. സോ പവേഴ്സ് നമുക്ക് സെയിം ആക്കണം. സോ പവർ സെയിം ആക്കാൻ വേണ്ടി വീണ്ടും നമുക്ക് നോളേജ് ഉണ്ടല്ലോ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് 2 പ്രാവശ്യം ഡിവൈഡ് ചെയ്യണം. ഇവിടെ എഴുതിയിരിക്കുന്നത് 3 പ്രാവശ്യം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നാണ്. ഞാൻ ഈ 3 പ്രാവശ്യം ഡിവൈഡ് ചെയ്യുന്നതിന് ഒരിക്കൽ അങ്ങ് ഡിവൈഡ് ചെയ്തു. അപ്പൊ 2നെ ഒരിക്കൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 10.2 ആയിട്ട് മാറി. ബാലൻസ് എത്ര? 10⁻⁻². ഇവിടെ 10⁻⁻² സെയിം ആയി. അപ്പോ 8 into 10⁻⁻² minus 0.2 into 10⁻⁻². ഇപ്പൊ നമുക്ക് രണ്ടിടവും പവേഴ്സ് സെയിം ആയി. അപ്പൊ 8 minus 0.2 7.8 into കോമൺ പവർ എത്ര? 10⁻⁻². സോ ദാറ്റ് ഈസ് ദി വാല്യൂ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ 10ന്റെ പവേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും
പിന്നെ സബ്ട്രാക്ഷനും അഡീഷനും ഒക്കെ. ഇനി നമുക്കൊരു പവറിന്റെ ഒറ്റ ക്വസ്റ്റ്യൻ കൂടി, ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള സാധനം. ഇപ്പൊ എഴുതുകയാണ് 7 × 10⁵ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാൽ 7നെയും സ്ക്വയർ ചെയ്യണം. ഇവിടെ എങ്ങനെ ചെയ്യണം എന്നാണ്. 7നെ സ്ക്വയർ ചെയ്യുമ്പോൾ 49 എന്ന് കിട്ടും. ഇൻറ്റു ഇത് 10⁵ ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a⁻m ദ ഹോൾ റൈസ് ടു n എന്നാണ്. അപ്പൊ എന്താ ചെയ്യണം, m × n പവേഴ്സ് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യണം. സോ 5 × 2 ദാറ്റ് ഈസ് 10⁻10. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ക്ലിയർ ആയോ പറഞ്ഞു. അപ്പൊ പവറിനെ വീണ്ടും പവർ ചെയ്താൽ ആ പവേഴ്സ് നമ്പേഴ്സ് തമ്മിൽ പരസ്പരം നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ദിസ് ഈസ് റിഗാർഡിംഗ് 10 പവേഴ്സ്. സോ അതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും. ഇത് കൃത്യമായിട്ട് അറിഞ്ഞു കഴിയുന്ന കുട്ടിക്ക് ഒരുവിധം ഒരു പകുതിയിൽ കൂടുതൽ കാൽക്കുലേറ്റർ ഒന്നും വേണ്ട, അല്ലാതെ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് എൻട്രൻസ് ഒക്കെ എക്സാംസിനൊക്കെ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുള്ളത് ഈ 10ന്റെ പവേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് വേഗത്തിൽ കാൽക്കുലേഷൻസ് ചെയ്യാൻ സഹായിച്ചത്. സോ അത് നിങ്ങളെയും സഹായിക്കും എന്നാണ് എന്റെ വിശ്വാസം. ഇനി നമുക്ക് ഡിഫറൻസിയേഷന്റെയും ഇന്റഗ്രേഷന്റെയും കേസിലേക്ക് പോകാം. സ്വാഭാവികമായിട്ടും ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും +2 ടോപ്പിക്സ് ആണ്. ഈവൻ ദോ അതിന്റെ ആപ്ലിക്കേഷൻ +1 ഒത്തിരി നിങ്ങൾക്ക് പഠിക്കാനും ഉണ്ട്. സോ ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു സംതിങ് ഒരാളുടെ ചേഞ്ച് എത്രയാണ് എന്ന് പറയുന്നതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് അതിനെ ചെറിയ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരിക എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരാളുടെ മാറ്റം മറ്റൊരാളുടെ മാറ്റത്തിനനുസരിച്ച് എത്ര, ഉദാഹരണത്തിന് സമയത്തിനനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റ് എത്ര മാറുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. അതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. സമയത്തിനനുസരിച്ച് വെലോസിറ്റി എത്ര മാറുന്നു എന്ന് പറയാറുണ്ട്. അതാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരാളുടെ മാറ്റം മറ്റൊരാളെ അനുസരിച്ച് എത്രത്തോളം ചേഞ്ച് ആയിട്ടുണ്ട് എന്നതാണ് നമ്മൾ ഡിഫറൻസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെറിയ പാർട്ടുകളാക്കി അതിനെ പറയുക എന്നതാണ് ഡിഫറൻസിയേഷൻ. ഇന്റഗ്രേഷൻ അങ്ങനെയല്ല. ഇന്റഗ്രേഷൻ എല്ലാം കൂടി ചേർത്ത് പറയുക. ഓക്കെ, എല്ലാം കൂടി ചേർത്ത്. ഇപ്പൊ നമ്മൾ പറയാണ് ഒരാള് ഇവിടെ നിന്നും അരമണിക്കൂർ കൊണ്ട് ഇത്ര ദൂരം സഞ്ചരിച്ചു എന്ന് പറയണം. ഇത്ര ദൂരം സഞ്ചരിച്ചു. അയാൾ മൊത്തത്തിൽ ഒരു ആവറേജ് ഒരു 60 km/h പോയത്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെയല്ല, ആദ്യത്തെ 2 സെക്കൻഡിൽ എത്രയായിരുന്നു വെലോസിറ്റി, ഓരോ സെക്കൻഡിലും അയാളുടെ വെലോസിറ്റി എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറി, അയാളുടെ ഡിഫറൻസിയേഷൻ. അതായത് ഓരോന്ന് കുഞ്ഞു പാർട്ടാക്കി ഞാൻ ചോദിക്കുകയാണ്. ഡിഫറൻസിയേഷൻ ചെയ്താലേ കിട്ടത്തുള്ളൂ. ഇന്റഗ്രേഷൻ എന്ന് ഞാൻ പറയുന്നത് ഇത് മുതൽ അതുവരെ പോയ ഫുൾ വെലോസിറ്റി എത്ര എന്ന് ചോദിക്കുമ്പോൾ അത് ഇന്റഗ്രേഷൻ, അത് ടോട്ടൽ സമ്മേഷൻ ആണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ചെറിയ കാര്യങ്ങൾ ചെറിയ പാർട്ടായിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം ഡിഫറൻസിയേഷൻ നോക്കാം. ഇപ്പൊ നോക്കിയോളൂ, 2 ടേംസ് ആണ് ഡിഫറൻസ്. മാത്തമാറ്റിക്സിനകത്ത് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ സാധാരണ 2 ടേംസ് ആണ് വരുന്നത്. അതായത് എക്സിന്റെയും വൈയുടെയും ടേംസിലാണ് നമ്മൾ അത് പറയാറുണ്ട്. dx/dy എന്നൊക്കെ എഴുതാറ്, dy/dx എന്നൊക്കെ എഴുതാറുണ്ട്. സോ dy/dx എന്ന് എഴുതി കഴിഞ്ഞാൽ അർത്ഥം ഡിഫറൻസിയേഷൻ ഓർ ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x എന്നാണ്. അതായത് വൈയുടെ ചേഞ്ച് എത്ര എക്സിന്റെ മാറ്റത്തിനനുസരിച്ച് എന്ന്. നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു സാധനം നമ്മുടെ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ വരില്ല. അത് സ്വാഭാവിക ടൈമിന്റെ ടേംസിലൊക്കെ നമ്മൾ കൂടുതൽ വരാറുള്ളത്, എനർജി ടേംസിൽ അങ്ങനെയൊക്കെയാണ് വരുന്നത്. സോ എനിവേ നമുക്ക് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷനിലേക്ക് വരാം. ദാറ്റ് ഈസ് dx⁻n dy എന്ന് പറഞ്ഞാല് x⁻n എന്ന ഫോർമാറ്റിൽ ഒരാൾ കിടപ്പുണ്ട്. അയാൾ വൈക്ക് അനുസരിച്ച് എന്തുമാത്രം ചേഞ്ച് ചെയ്തു, dx⁻n dy. അത് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ ഇങ്ങനെയാണ്, x⁻n x⁻n-1. ദിസ് ഈസ് ദ ഇക്വേഷൻ. ഓക്കെ, ഡിഫറൻസിയേഷൻ ഓഫ് x⁻n ന്റെ ആൻസർ എന്ന് പറയുന്നത് n x⁻n-1. ഇത് നമ്മൾ പഠിച്ചേ പറ്റൂ, കാരണം നമുക്ക് ഒത്തിരി ആപ്ലിക്കേഷൻ ഉണ്ട്. ഞാൻ ഇതിന്റെ ചെറിയൊരു എക്സാമ്പിൾ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ d/dy of x⁻4 ആണ് ഞാൻ ചെയ്യുന്നത്. x⁻4. അപ്പൊ x⁻4 നോക്കി, x⁻n ന്റെ സ്ഥാനത്ത് 4 വന്നേ ഉള്ളൂ. അപ്പൊ എങ്ങനെ ഇത് ചെയ്യേണ്ടത്, ആ n ന്റെ സ്ഥാനത്താണ് 4. അപ്പൊ ഇവിടെ ഫോർമുലയിൽ n ന്റെ സ്ഥാനത്ത് 4 ഒന്ന് കൊടുക്കുക. സോ 4 into then x അങ്ങനെ തന്നെ x⁻n-1. അപ്പൊ നമ്മളോട് എന്ത് എഴുതും, 4 - 1 is equal to എന്ത് കിട്ടും, 4 into x⁻4 - 1 എത്ര, 3. So 4x⁻3. So that is the answer, 4x⁻3. എങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നോക്കിക്കോളൂ, d/dy of 4x³. 4 എന്ന് പറയുന്ന ഒരു സംഖ്യയാണ്, ഒരു നമ്പർ ആണ്. നമ്പറിനെ ഡിഫറൻസിയേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 4നെ ഡിഫറൻസിയേഷൻ ചെയ്യാൻ പറ്റാത്തത് 4നെ 4 ആയിട്ട് തന്നെ എഴുതാം. ഇൻറ്റു x⁻3 വീണ്ടും ഈ ഫോർമാറ്റിലാണ് കിടക്കുന്നത്.
അപ്പൊ ഇതിനെ മാത്രമേ നമുക്ക് ഡിഫറൻസിയേഷൻ ചെയ്യാൻ പറ്റൂ. സോ ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ദാറ്റ് വിൽ ബി ഇതേ ഫോർമാറ്റിൽ വരുമ്പോ എന്നിന്റെ സ്ഥാനത്ത് 3 എന്ന് കൊടുക്കും. അപ്പൊ 3x⁻³ അല്ലെ? So what is 4 into 3? That is 12 into x⁻³ is x². So that is the answer. Clear ആയോ നിങ്ങൾക്ക്? ഒരെണ്ണം കൂടി ചെയ്യാം. dy of 12x². എങ്ങനെ വരും? 12 കോൺസ്റ്റന്റ് ആണ്, നമ്പർ ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ 12 അങ്ങനെ തന്നെ ഇടുക. ഇൻറ്റു ഇത് എന്നിന്റെ സ്ഥാനത്ത് 2 ആണ്. സോ 2x⁻²-1. So what is the answer? 12 into 2 is 24 into x⁻²-1 is 1. So that is the answer. വേണമെങ്കിൽ ഒരെണ്ണം കൂടി ചെയ്യാം. dy of 24x എന്ത് വരും? 24 ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ തന്നെ ഇടുക. ഇവിടെ വെറുതെ x എന്ന് എഴുതിയ പവർ 1 ആണ്. സോ 1 into x⁻²-1 - 1 - 1 is 0. Anything raised to 0 is 1. അപ്പോ 1 into 1 is 1. സോ 1 ആയിട്ട് മാറി. 24 into 1 is 24. ഇനി അഥവാ നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് വരികയാണ്, what is dy of 24? നിങ്ങൾക്ക് ഡിഫറൻസിയേഷന്റെ അർത്ഥം മനസ്സിലായെങ്കിൽ ഇതിന്റെ ആൻസർ മനസ്സിലാക്കാൻ പറ്റും. എന്താണ് നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്നതിന്റെ മീനിങ്? 24ന് എന്ത് ചേഞ്ച് ഉണ്ടാകും വിത്ത് റെസ്പെക്ട് ടു y എന്നാണ്. yക്ക് മാറ്റം ഉണ്ടാകുന്നതനുസരിച്ച് 24 എന്ന സംഖ്യക്ക് എന്ത് മാറ്റം ഉണ്ടാകും? 24 എന്ന സംഖ്യ ഇനി എത്ര കാലം കഴിഞ്ഞാലും അത് 24 തന്നെയാണ്. അതിന് x മാറിയാലും കൊള്ളാം, y മാറിയാലും കൊള്ളാം, t മാറിയാലും കൊള്ളാം, എന്ത് മാറിയാലും ശരി 24 എന്ന് പറയുന്ന സംഖ്യക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകും. 24 is always 24. ഏതൊരു നമ്പറും അതൊരു കോൺസ്റ്റന്റുകളാണ്. ഏതൊരു കോൺസ്റ്റന്റിനെ നിങ്ങൾ ഡിഫറൻഷിയേറ്റ്, കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാറ്റമില്ലാത്തത്. അപ്പൊ നമ്മളിവിടെ എന്താ ചോദ്യം? ഇയാളുടെ മാറ്റം എത്ര? ഇയാൾ മാറ്റമില്ലാത്ത ആളാണ്. അപ്പൊ മാറ്റമില്ലാത്ത ആളുടെ മാറ്റം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 0. there is no change. അയാൾക്ക് ചേഞ്ച് ഒന്നും ഉണ്ടാകില്ല എന്നാണ്. ഓക്കെ, അപ്പൊ കോൺസ്റ്റന്റുകളെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആൻസർ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഡിഫറൻസിയേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആക്ച്വലി ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇന്റഗ്രേഷൻ നമ്മൾ സാധാരണ പേടിപ്പിക്കാൻ പാമ്പിന്റെ പടം പോലെയൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ബേസിക് ഇക്വേഷൻ എന്ന് പറഞ്ഞുതരാം. ഇന്റഗ്രൽ, ഈ കുഞ്ഞു പാമ്പിനെ കാണുമ്പോൾ ഓർത്തോളൂ, അത് ഇന്റഗ്രേഷൻ ആണ്. മാത്സ് +2 കഴിഞ്ഞവർക്ക് ഇതിനെ കണ്ട് നല്ല പരിചയമായി കാണും. ഞാൻ +1 കാര്യം കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. സോ ഇന്റഗ്രേഷൻ ഓഫ് x⁻n dx ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്ന ഫോർമാറ്റ്. അതായത് എക്സിനനുസരിച്ച് dx എന്ന് പറയുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ x⁻n dx നമ്മൾ ഇതാണ് എഴുതുന്ന ഫോർമാറ്റ്. ആൻസർ ഇങ്ങനെയാണ്: x⁻n+1 by n+1, and this is the basic equation. Okay, integral x⁻n dx is equal to x⁻n+1 by n+1. So ഇങ്ങനെയാണ് നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത്. സോ നമുക്കൊരു ഇന്റഗ്രേഷൻ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞു ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഡിഫറൻസിയേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ തെളിയിക്കാം. ഉദാഹരണത്തിന് ഞാൻ ഇതിൽ 24x ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. So 24x integral 24x dx is equal to, അപ്പോ ഇതിനെ നമുക്ക് 24നെ ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റില്ല, അത് നമ്പർ അല്ല, ഇന്റഗ്രേഷനോ ഡിഫറൻസിയേഷനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ 24 ആയിട്ട് തന്നെ ഇടുക. ഇൻറ്റു ഇത് x എന്ന് എഴുതിക്കുന്നത്. x എന്ന് എഴുതിയ പവർ എത്ര? 1 ആണ്. അപ്പൊ ഇതിന്റെ സ്ഥാനത്ത് 1 എന്ന് വന്നു. സോ x⁻1 ആണല്ലോ ഇവിടെ കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1+1 by 1+1. ഇതിന്റെ സ്ഥാനത്ത് 1 എന്ന് കൊടുക്കുക. അപ്പൊ 1+1 by 1+1 is equal to 24 into x⁻, what is 1+1? 2 by 2. അപ്പൊ ഇത് രണ്ടും കൂടി ക്യാൻസൽ ആകും. അപ്പൊ ഇവിടെ 12 എന്ന് വരും. സോ 12x² എന്ന് വരും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 24x നമുക്ക് എങ്ങനെയാ കിട്ടിയത്? 12x² ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടല്ലേ. ഇവിടെ നോക്കൂ, 24x ഇന്റഗ്രേറ്റ് ചെയ്തപ്പോ തിരിച്ച് പഴയ ക്വസ്റ്റ്യനിലേക്ക് അത് പോയി. 12x² എന്ന് കിട്ടി. ഇപ്പൊ ഇന്റഗ്രേഷൻ നന്നായിട്ട് അറിയാവുന്നവരുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് ഓടി എത്തൊരു ചോദ്യം ഉണ്ടാകും. ഇവിടെ ഒരു +c ഇല്ലേ, അല്ലെങ്കിൽ +i എന്ന് എഴുതാറുണ്ട്. അതായത് ഇന്റഗ്രൽ കോൺസ്റ്റന്റ്. സാധാരണഗതിയിൽ മാത്സിൽ നമ്മളിവിടെ +c എന്നോ +i എന്നൊക്കെ എഴുതാറുണ്ട്. അതാണ് ഇന്റഗ്രൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇന്റഗ്രൽ കോൺസ്റ്റന്റ് പക്ഷെ ഫിസിക്സിലും കെമിസ്ട്രിയിലും അധികം സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറില്ല. നമ്മളുടെ കേസിൽ ആകെ കെമിസ്ട്രിയിലെ കെമിക്കൽ കൈനറ്റിക്സിനകത്ത് മാത്രമാണ് നമ്മൾ ഇന്റഗ്രൽ കോൺസ്റ്റന്റ് സാധാരണ യൂസ് ചെയ്യുന്നത്. ബാക്കി സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ ചെയ്തു പോകുന്നത് കൊണ്ടാണ് ഞാൻ ആ ആശാനെ പതുക്കെ അങ്ങ് അവോയ്ഡ് ചെയ്തത്. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ ഒരു c കൂടി ഉണ്ട്. ഇവിടെ ആ സിയുടെ വാല്യൂ 0 ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യാതെ പോകുന്നത്. ശരി, അപ്പൊ ഇത് ഇങ്ങനെയാണ് നമ്മൾ ഏത് ചെയ്യേണ്ടത്. ഇപ്പൊ വേണമെങ്കിൽ ഒരു ഇന്റഗ്രേഷന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. നമുക്കിപ്പൊ കിട്ടിയ ആളെ തന്നെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 12x². എപ്പോഴും കൂടെ എന്തുകൊണ്ട് വേണം? dx എന്ന് കൂടി എഴുതിക്കോളണം.
അപ്പൊ ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 12 ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ 12 ഇൻറ്റു എക്സ് സ്ക്വയർ ആണ് ഇവിടെ കിടക്കുന്നത് ഈ ഫോർമാറ്റിൽ. അപ്പോ എക്സ് ഇൻറ്റു ന്റെ സ്ഥാനത്ത് 2. അപ്പൊ 2 + 1 / 2 + 1. സോ 2 + 1 / 2 + 1. അപ്പൊ എന്താ കിട്ടും? 12 ഇൻറ്റു x⁻³ ഡിവൈഡഡ് ബൈ 3. 3യും 12ഉം ക്യാൻസൽ ആയിട്ട് യു വിൽ ഗെറ്റ് 4x³ ഒന്ന് ആലോചിച്ചേ. 12x² എങ്ങനെയാ കിട്ടിയത്? 4x³ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോ നമ്മൾ തിരിച്ച് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോ അതേ ക്വസ്റ്റ്യനിൽ വന്നിരുന്നു 4x³ എന്ന്. ഇങ്ങനെയാണ് നമ്മൾ ഇന്റഗ്രേഷൻസ് ചെയ്യുന്നത്. ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഇതല്ലാതെ ഒത്തിരി ഫോർമുലകൾ വീണ്ടും നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. പക്ഷെ ഞാൻ എല്ലാം കൂടി ഇന്ന് എടുക്കുന്നില്ല. ഇപ്പോ നിങ്ങൾക്ക് ഒരുവിധ ഐഡിയ നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയും ചെയ്യാനുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ഒരുവിധം നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ആന്റി ലോഗരിതം പഠിക്കണം. ഒപ്പം ഈ ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ തന്നെ കുറച്ചുകൂടി എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ ഇതിനകത്ത് വീണ്ടും പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ചെയ്യുക. ആവശ്യം അനുസരിച്ച് ചെയ്താൽ മതിയല്ലോ. നമ്മൾ സാധാരണ പറയാറുണ്ട് പാത്രം അറിഞ്ഞ് വിളമ്പുക എന്ന്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അത്തരം ടോപ്പിക്സ് എടുക്കുന്നുള്ളൂ. ഇനി മറ്റൊരു കാര്യം കൂടി, +1ന്റെയും +2ന്റെയും എൻട്രൻസിന്റെ ഒക്കെ ഓൺലൈൻ ക്ലാസ്സസ് വളരെ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ദയവായി താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് ചോദിക്കുക. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരും. ചെറിയൊരു ഫീസ് മാത്രമേ മേടിക്കുന്നുള്ളൂ. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് വാട്സാപ്പ് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ. അപ്പൊ ഈ വർഷം ഫുള്ളും എല്ലാവരും ചോദിക്കുന്ന ഡൗട്ടാണ്, സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കാണുമോ എങ്ങനെയാണെന്ന്. ഈ വർഷം ഫുള്ളും ഓൺലൈൻ ബാച്ച് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ പരീക്ഷ വരെയും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ക്ലാസ്സസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ നിങ്ങളോടൊപ്പം എന്നും ഞാനും കൂടെ കാണും.